ഈ ചിത്രത്തിൽ ലോകകപ്പും പിടിച്ചു നിൽക്കുന്നത് അരീക്കോട് സ്വദേശി ഉസ്മാൻ. റിയാദിൽ ജോലി ചെയ്യുമ്പോൾ ലോകകപ്പ് ട്രോഫി കാണാൻ പോയി ജോലി തന്നെ നഷ്ടപ്പെട്ട ഫുട്ബോൾ പ്രേമിയാണ് മുൻകാല കളിക്കാരൻ കൂടിയായ ഉസ്മാൻ. അന്ന് ഉസ്മാന് പ്രായം 53, ഇന്ന് അദ്ദേഹത്തിന് വയസ്സ് 81. ലോകകപ്പ് കയ്യിലേന്തി ജോലി തന്നെ നഷ്ടമായ സംഭവത്തെക്കുറിച്ചും തൻ്റെ ഫുട്ബോൾ ജീവിതത്തെക്കുറിച്ചും ഉസ്മാൻക മനസ്സു തുറക്കുകയാണിവിടെ. 1998 കാലഘട്ടത്തിൽ റിയാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ നിലവിലുള്ള ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ബ്രസീൽ ടീം റിയാദിൽ വന്നിരുന്നു. അവർ കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാനും അവരുടെ പക്കലുള്ള ലോകകപ്പ് ജനങ്ങളെ കാണിക്കാനുമായിരുന്നു വന്നിരുന്നത്. ആ കപ്പ് ഒന്ന് തൊടാൻ വേണ്ടി ഉസ്മാനിക്കയും സ്റ്റേഡിയത്തിലേക്ക് പോയിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അനുമതിയില്ലാതെയാണ് അങ്ങോട്ട് പോയത്. മടങ്ങി വന്നപ്പോൾ ഒരു ഫുട്ബോൾ ഭ്രാന്തിന് അദ്ദേഹം നൽകിയ വില ജോലി തന്നെ നഷ്ടപ്പെടുന്നതായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മോട് സംസാരിക്കുന്നതാണ്. ഉസ്മാനിക്ക, പെലെ, മറഡോണ എന്നിവരൊക്കെ ചുംബനം നൽകിയ, നെറുകയിൽ തലോടിയ ആ സ്വർണക്കപ്പ് നിങ്ങൾ കയ്യിൽ എന്തിയില്ലേ? അത് ഉണ്ട്. അത് പിന്നെ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി, അത് ഞാൻ ഉപയോഗിച്ചു. കമ്പനിയോട് ചോദിച്ചപ്പോ വിട്ടിട്ടില്ലായിരുന്നു അല്ലെ? കമ്പനി വിട്ടിട്ടില്ല. പക്ഷെ അവിടെ ഈ വളണ്ടിയർമാരും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിൽ വെല്ല കയറി കപ്പ് പിടിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞ് കമ്പനിയിലേക്ക് വന്നപ്പോൾ അവര് വിശദീകരണം ചോദിച്ചു അല്ലെ? എന്തിനാ പോയത് അല്ലേ? തട്ടി കഴിച്ചു. അപ്പൊ അത് വലിയ ജോലി ഒഴിവാക്കി പോകുന്നു അതല്ലേ? ജോലി പോയാലും സ്വർണ്ണക്കപ്പ് ഒന്ന് തലോടാനും ജീവിതത്തില് കയ്യില് പിടിക്കാനും കഴിഞ്ഞാലോ? അത് കഴിഞ്ഞിട്ടുള്ളത് കളി കാണാൻ കഴിഞ്ഞത് അത് വേറൊന്നും. ബ്രസീലിന്റെ റൊമേരിയോ, റൊണാൾഡോ, കാർലോസ് ഇവരെ കളിയൊക്കെ ഞാൻ കണ്ട്. അന്ന് അവരെ കളി ഉണ്ടായിരുന്നു അല്ലെ? കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ടീമിന്റെ കളിയുണ്ട്. ഏതൊക്കെ ടീമുകൾ അതിൽ പങ്കെടുത്തിരുന്നത്? ബ്രസീൽ, ഉറുഗോ, ചെക്ക് റിപ്പബ്ലിക്, സൗദി അറേബ്യ, ഇംഗ്ലണ്ട് ഇവരൊക്കെ ആയിരുന്നു. ഇനിയും കുറെ ടീമുകളുണ്ട്, അതിപ്പോ ഏതാണെന്ന് എനിക്കറിയില്ല. ഫുട്ബോൾ കളിക്കാരനായിരുന്നല്ലോ. ഏതൊക്കെ ടീമിന് കളിച്ചിട്ടുണ്ട്? അത് ലീഗ് അടിസ്ഥാനത്തില് രജിസ്റ്റർ ചെയ്തതിൽ 5-6 ടീമിൽ കളിച്ചിട്ടുണ്ട്. അരീക്കോട് തന്നെ 2 ടീമുണ്ട്, ബ്രദേഴ്സും ടൗണും രണ്ടും കളിച്ചിട്ടുണ്ട്. മലപ്പുറം കളിച്ചിട്ടുണ്ട്, സോപ്പൻ ഓയിൽസിന് കളിച്ചിട്ടുണ്ട്, മാവൂർ ഗോളിയോറാൻസിന് കളിച്ചിട്ടുണ്ട്. പിന്നെ 55-60 ഇടക്കില്ല വരെ കളിച്ചിട്ടുണ്ട്. വലിയ നല്ല അംഗീകരിച്ച കളിയിൽ കളിച്ചിട്ടുണ്ട്. പ്രായം വകവെക്കാതെ കളിച്ചിട്ടുണ്ട്. നിർത്തിയിട്ട് എത്ര വർഷമായി? നിർത്തിയിട്ട് ഇപ്പൊ 10-12 കൊല്ലമായിട്ടുണ്ടാവും. ഏതൊക്കെ ടൂർണമെന്റുകളിൽ കളിച്ചിട്ടുണ്ട്? അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിന് കളിച്ചാണ്, പിന്നെ കോയമ്പത്തൂര് കളിച്ചാണ്, ഈ നാഗജിയില് 2 ഗോൾ. കോഴിക്കോട് നാഗജിക്ക് കളിച്ചിട്ടുണ്ട്. നാഗജിക്ക് 2 ഗോൾ ഇട്ടിട്ടുണ്ട് മദ്രാസിനെതിരായിട്ട്. അപ്പോ പിന്നെ ഹാഫ് ലൈന് കളിച്ചിരുന്നത് അന്ന്. അങ്ങനെ ഒരു ലേറ്റൊക്കെ വരവല്ലേ ഗ്രൗണ്ടിലൊക്കെ, ആ സമയത്തൊക്കെയാണ്. ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത്? ഇന്ന പൊസിഷനല്ല, അന്ന് ഹാഫാണ്. ഓൾറൗണ്ടറാ? ഏത് ഗോൾ കീപ്പർ എല്ലാ പൊസിഷനും ഇതാ. നിങ്ങളെ കൂടെ കളിച്ച പ്രമുഖരെ ഒന്ന് പറയാൻ പറ്റുമോ? അന്ന് കളിച്ചത് കൊണ്ടോട്ടിക്കാരൻ ഒരാള്, ഇവിടെ അരീക്കോടുന്ന് 2 ആള്. അവരുടെ പേര് ഓർക്കുന്നുണ്ടോ? കാഞ്ഞിരാല റഹ്മത്ത്, നാസർ പറഞ്ഞിട്ട് ആള്, പിന്നെ വമ്പാടുന്ന് ഇസ്മായിലും, പിന്നെ അതിന്റെ അച്ഛനും.
മലപ്പുറത്തുനിന്ന് തമ്പി മൊയ്തീന് കുറച്ച് തമ്പി മൊയ്തീന് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത് കളിച്ചിട്ടുണ്ട് അല്ലെ? തമ്പിന്റെ ഒപ്പം കുറെ കൊല്ലം കളിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും തമ്പി സെവൻസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്നാൽ പിന്നെ ഗ്യാപ്പില്ല, ഗോളടിക്കാനൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നല്ല നീളെല്ലാം ഉണ്ട്. അങ്ങനെ തമ്പി നല്ലൊരു ഗോളിയായിരുന്നു അല്ലേ? പാട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്. പാട്ട് എനിക്ക് വളരെ ഓർമ്മ വെക്കുന്ന പാട്ടാണ് അത്. പഴയത് ഏതും പാടും. രണ്ടുപേരി പാടാത്ത പാട്ട് കുറവാ, അതല്ല പാടും. രണ്ടുപേരി പാടിക്കാണ്. ആരോ മലാലെ ആരോ മലാലെ അരികിലിരുന്നത് പാടിത്തരുവാൻ, ആരോ മലാലെ നീ വരുമോ കടലേ നീലക്കടലേ. പിന്നെ ഈ ഫുട്ബോളും പാട്ടുപാടലും അല്ലാതെ കളരിയില് അല്ല, അതിലും താല്പര്യം. എല്ലാത്തിനും ക്രിക്കറ്റ് കഴിക്കാൻ എല്ലാത്തിനും താല്പര്യമാണ്. ഒരു ജോലി എടുക്കുകയാണെങ്കിൽ അതിലും താല്പര്യമാണ്. അത് കൈക്കോട്ടെടുത്താൽ അങ്ങനെയല്ല കൊത്തൽ, ഈ ഭാഗത്തുനിന്ന് കൊത്തണം എന്ന് പറയാൻ കഴിയും. എല്ലാ ജോലിയിലും ഒരു സമർപ്പണം ഉണ്ട് അല്ലേ? അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ചെയ്യും. അന്നത്തെ ഫുട്ബോൾ പ്ലേയേഴ്സ് പൈസക്കല്ല, അന്ന് ജയിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഫുട്ബോൾ താരങ്ങള്. അതിൻ്റെ മകന്റെ കളി ഉണ്ടായപ്പോൾ ഞാൻ എവിടെയാണ്, കീവറമ്പ് ഭാഗത്താണ്. അന്ന് ഞാൻ പോയിട്ടുണ്ട് കളി കാണാൻ. അന്ന് നല്ല പ്ലെയറായി, നല്ല ഗോളൊക്കെ അടിച്ച് സമ്മാനമാണ്. എല്ലാരും കളിക്കണം. ഇന്നത്തെ തലമുറ അന്നത്തെ തലമുറയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അന്നത്തെ തലമുറക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലായിരുന്നു അല്ലെ? പിന്നെ കളിയില് പിന്നെ നല്ല വാശി വേണം, കിബിറ് പാടില്ല. പഠിപ്പില് കിബിറ് ഹറാമല്ല, ഹലാല. കളിയിലും അതുകൊണ്ടും അവരെ കാണാൻ ജയിക്കണം തന്നെ, അല്ലാതെ മറ്റേ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഉസ്മാൻക്ക് ഈ പറഞ്ഞത് ഒരു പോയിന്റാണ്. നമ്മൾക്ക് മനസ്സിൽ ഒരു വികാരം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫുട്ബോളിന്റെ ട്രിക്കുകളൊക്കെ മറക്കും. ഫുട്ബോൾ ഒരു ചാൻസ് കിട്ടിയാൽ അടിച്ച് പറഞ്ഞു ദേശം അത് പ്ലേസ് ചെയ്യേണ്ടതായിരിക്കും. അത് നമ്മൾക്ക് വേറെ ഉപയോഗം വരില്ല. അത് ഫുട്ബോളിനൊരു വലിയതാണ്. മനസ്സ് കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും വേണ്ടിയാണ്. അത് സയൻസ് എല്ലാത്തിലും ഉണ്ട്. ശരിയാണ്. ഇങ്ങനെ പാസ് കൊടുക്കണേ, ഇങ്ങനെ കൊടുത്താൽ ലൈനിൽ കൂടാണ് കൊടുക്കുക. നേരെ ഇങ്ങനെ കൊടുത്താൽ കേസിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആളുണ്ടാവും. ആ ലൈനിൽ കൂടെ ആണ്ട് അടിച്ചാൽ ലൈനിൽ കൂടെ ഓടാം. അവിടുന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ ഗോളി ഫസ്റ്റ് പോസ്റ്റ് വരും, സെക്കൻഡ് പോസ്റ്റ് നന്നായിട്ട് ഒഴിവാക്കാറ്. അപ്പം വേറൊരാളവിടുന്ന് അടിച്ചാൽ ഗോളാവും. ട്രിക്സ് ഫുട്ബോളിൻ്റെ ഒരു ഇതാണ്. അതെല്ലാത്തിലും. അത് കരാട്ടി അങ്ങനെയാണല്ലോ. ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഒരു ഇതുണ്ട്. വണ്ടിൻ്റെ ചക്രം അങ്ങോട്ട് തിരിഞ്ഞെങ്കിലേ വണ്ടി ഇങ്ങോട്ട് പോകുള്ളൂ. അതുകൊണ്ട് നമ്മളെ കൈ പിന്നോട്ടെടുത്താൽ അതിന് ശക്തി മടക്കിയിട്ട് പിന്നെ അത് നീരല്ലേ. ഇങ്ങനെ ഇങ്ങോട്ട് ശക്തി എടുത്താൽ, നല്ല ശക്തി എടുത്താൽ അത് ഇങ്ങോട്ട് എണ്ണം വരും. അതുകൊണ്ട് ഫുട്ബോളിൻ്റെ അടി അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്റ്റെപ്പ് വെക്കണം, അതുകൊണ്ട് ഓപ്പോസിറ്റ് കാലുകൊണ്ട് അടിച്ചാൽ ഗോളാവും, ഔട്ടാവില്ല. സെക്കൻഡ് പോസ്റ്റൊക്കെ അടിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ബോൾ പോവില്ല, ഈ ഭാഗത്തേക്കല്ല ഓടും. അത് ഈ ഭാഗത്ത് കൂടെ അടിച്ചാൽ ഔട്ടാവും. അത് അതിനായിട്ട് നടക്കരുത്. നല്ല ഫുട്ബോൾ നല്ല കാണും തോറും നമ്മൾക്ക് വിവരങ്ങളുണ്ടായി വരിക. ഇംഗ്ലീഷുകാരെ ഫുട്ബോൾ കാണുമ്പോൾ പിന്നെ അവരെ അധികം ക്രോസ് ഹെഡ് ചെയ്തുകൊണ്ട് കണക്ഷനാണല്ലോ ഗോളടിക്കൽ. അതെ. നമ്മളിങ്ങനെ ആവശ്യമില്ലേനും ഇല്ലാത്തതിന് പോയി അങ്ങനെ പല ഫുട്ബോളിൽ മനസ്സിലാക്കിയ അതൊക്കെയാണ്. ഇനി കുടുംബത്തിനെ കുറിച്ച്, ഭാര്യന്റെ പേരെന്താണ്? ഹലീമ. വലിയ മകൻ ഫളുല്ല ഫളുല്ല ഫയർഫോഴ്സില് നിലമ്പൂര്.
പിന്നെ രണ്ടാമത്തേത് നബീല ബീഗം. നബീല. ഉം. അവരെന്താ ചെയ്യുന്നത്? ആ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ടീച്ചറാണ്. ആ. നസീഹ, നസീഹ. അവര് സ്വന്തമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാണ്. ആ. പിന്നെ 2 ഉള്ള കുട്ടികൾക്ക് അവര് ജോലിയും ചെയ്യണില്ല. പേരെന്താ? ഡിഗ്രി ഒക്കെ ഉണ്ട്. നഷാത്ത് MSc ആണ്, നാജിയ MSc ആണ്, ഫിസിക്സ് ആണ്. ഒക്കെ എല്ലാവരും വിദ്യാഭ്യാസം ഉള്ള. അത് ബാപ്പ മുതലേ ഉള്ളതാണ്. മലബാറിൽ തന്നെ 2-3 ആള് പാസ്സായി അറബിന്റെ. അതിൽ ബാപ്പന്ന് അന്നത്തെ പഴയ കാലത്ത്. മരുമക്കളെ പേര്? മരുമക്കള് ഒന്ന് ഷഫീഖ്, ഒന്ന് ഉദ്യോഗസ്ഥനാണല്ലോ മലപ്പുറം കളക്ടറേറ്റില്. ഉദ്യോഗസ്ഥനാണ്. അസഹർ. അവരുടെ സ്ഥലം? അത് ചേന്നമംഗലൂര്. +2 അധ്യാപകനാണ്. ആരിഫ് എടമണ്ണാണ്, സൂപ്പർ മാർക്കറ്റ് മാനേജറായി. പിന്നെ ഒന്ന് പോലീസിലുള്ള. അതും നല്ല ഡിഗ്രിയിൽ MCOM ആണ്. അങ്ങനെയൊക്കെയാണ് അല്ലേ? അങ്ങനെയൊക്കെയാണ്. ഉസ്മാനിക്കയുമായുള്ള ഈ ഹ്രസ്വ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ഉസ്മാനിക്ക, ഇത്ര നേരം സംസാരിച്ചതിന് താങ്ക്സ്.